ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗുരുവായൂരപ്പന് പ്രിയപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗുരുവായൂരത്തെ കാഴ്ചകളും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവസാനം ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ജയപതാക സ്റ്റോറിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. കുളത്തിനടുത്തുള്ള ഒരു സ്റ്റോറാണ് കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ക്യൂ നിൽക്കില്ലേ, ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റോറുള്ളത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ജപമാലയും തുളസി മാല, അതുപോലെ കൃഷ്ണൻ്റെ രാധയുടെ ഫോട്ടോസ്, വിഗ്രഹങ്ങൾ, പിന്നെ നമ്മളുടെ ഭഗവത്ഗീത അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാനായിട്ട് കിട്ടും. ജപമാലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോപി ചന്ദനം എന്ന് പറയുന്ന ഒരു ഇത് കിട്ടും കേട്ടോ. നമുക്ക് ഒരു കുറിയാണ്, ഒരു കട്ട പോലത്തെയാണ്. അത് വൃന്ദാവനത്തിലെ ഒരു തരം മണ്ണാണിത്. നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതരച്ചിട്ട് നമ്മൾ നെറ്റിയിൽ തൊടുക. അപ്പോൾ ആ ഒരു ഗോപീചന്ദനമൊക്കെ ഇവിടെ വന്നാൽ കേട്ടോ കേട്ടോ. പലതരത്തിലുള്ള ജപമാലകളും തുളസി മാലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വൈജയന്തി മാല വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം. അപ്പോൾ അങ്ങനെ വൈജയന്തി മാലയൊക്കെ വാങ്ങിച്ചു. അതിന് 60 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാരായണാലയത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകേണ്ട ഒരു സ്ഥലമാണ് നാരായണാലയം എന്ന് പറയുന്നത്. അത് നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കൃഷ്ണ വിഗ്രഹമാണ് ഈ ഒരു നാരായണാലയത്തിലുള്ളത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരാനായിട്ട് മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 1-2 സാധനങ്ങളും കൂടി വാങ്ങാനായിട്ട് വേറെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇനി കാണാനായിട്ട് പോണത്.
അപ്പോൾ വൈജയന്തി മാല, കുന്നിക്കുരു, മയിൽപ്പീലി ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. ഓടക്കുഴൽ നോക്കിയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് കിട്ടിയില്ല, അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മയിൽപ്പീലിക്ക് 15 രൂപയും വൈജയന്തി മാലയ്ക്ക് 60 രൂപ, കുന്നിക്കുരുവിന് 30 രൂപയാണ്ടാണ് ആയിട്ടുള്ളത്. പിന്നെ 2 ചരാതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ വൈജയന്തി മാലയുടെ വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.